ഇനി നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കിയാലോ. അതും എഗ്ലെസ് ആയിട്ടുള്ള അച്ചപ്പമാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ഒരുപാട് പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ തേങ്ങാപ്പാൽ എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊരു പണിയാണല്ലോ. അതൊരു പണിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. തേങ്ങാപ്പാൽ എടുക്കുന്നത് കുറച്ച് ഈസിയാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് അച്ചപ്പം. അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അച്ചപ്പം നമ്മുടെ ഈ കടയിൽ കാണുന്ന മാതിരി ആ ഒരു കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊന്നും കിട്ടില്ല, എന്നാൽ ചില സമയത്ത് ശരിയാവും. അങ്ങനെയാണ്. പക്ഷേ എങ്കിലും ടേസ്റ്റ് പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ പെട്ടെന്ന് ഇതുപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. തേങ്ങ ചിരണ്ടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചിരണ്ടി എടുക്കുക. അതിനുശേഷം മിക്സിയിൽ ഒന്ന് ചതച്ച് ഇതുപോലെ ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇതിൽ വലിയ പണിയായിട്ട് ബാക്കി പണിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കുക. അപ്പോൾ തേങ്ങയുടെ നല്ല കുറുകിയ പാൽ തന്നെ വേണം കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഡബിൾ ഹൗസിൻ്റെ ഈ അപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ അച്ചപ്പത്തിൻ്റെ മധുരം എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം അതിലോട്ട് അടുത്തതായി ചേർക്കേണ്ടത് എന്താണെന്നറിയോ. ഇപ്പോൾ പഞ്ചസാര ഏകദേശം ഞാനൊരു 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് സ്പൂണായതുകൊണ്ട് കുറേ തവണ ഇട്ട് കൊടുത്താണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പത്തിരിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി 2 ചെറിയ കപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ 2 കപ്പ് പൊടി ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വലിയ ബൗളൊന്നുമല്ല, കുഞ്ഞി ബൗളാണ്, കാണുമ്പോൾ വലുതായിട്ട് തോന്നുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദയും കൂടി ചേർക്കുമ്പോഴേ അതിനൊരു സ്റ്റിഫ്നെസ് കിട്ടുള്ളൂ, എന്ന് വെച്ചാൽ നല്ലൊരു കറക്റ്റ് പാകം കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ മൈദ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു അച്ചപ്പത്തിൻ്റെ ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം വരും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചപ്പമാണ്. അതിലോട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്കിത് അരച്ചെടുക്കണ്ടേ. അരച്ചെടുക്കാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചപ്പം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണേ. മിക്സിയുടെ ഉള്ളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ അടിഭാഗമൊക്കെ പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഞാൻ ആ മാവ് ഒന്ന് അരച്ചെടുത്തു. നമ്മുടെ പത്തിരിപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മൈദയും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് എന്ത് ചേർത്ത് കൊടുക്കാം, എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ളൊന്ന് കഴുകിയതിന് ശേഷമാട്ടോ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ മേടിച്ചിട്ട് വരുന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു അതിന് ശേഷം ആ എള്ള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അച്ചപ്പത്തിൻ്റെ അവിടെ ആയിട്ട് എള്ള് വേണമല്ലോ. നമ്മൾ സ്പൂണിൽ ഇത് ഇങ്ങനെ ആക്കുമ്പോണ്ടല്ലോ ആ ഒരു വര കറക്റ്റായിട്ട് കാണണം. അതായത് ബാക്കി മാവൊക്കെ അവിടെ ഒട്ടി നിൽക്കുകയും വേണം. ഇതാണ് ആ ഒരു അച്ചപ്പത്തിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റെഡിയായി നമ്മുടെ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർക്കേണ്ടത് എന്താണെന്നറിയോ, കുറച്ച് നെയ്യാണ്. നല്ല ശുദ്ധമായിട്ടുള്ള പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നെയ്യ് ചേർക്കുമ്പോൾ ഈ തണുപ്പായിട്ടിരിക്കുന്ന ഈ മാവിലോട്ട് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ തന്നെ കാണുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് അങ്ങനെ മിക്സായി കിട്ടും. അപ്പോൾ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇതിനൊന്ന് അടച്ചു വയ്ക്കണമെങ്കിൽ അടച്ചു വയ്ക്കാം, അപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം ഞാനൊന്ന് അടച്ചു വെച്ചാൽ നല്ലൊരു 1 അവർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ മണമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമുക്ക് കുറേ ദിവസം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചപ്പം അല്ലേ, അങ്ങനത്തെ. അപ്പോൾ ഇനി അച്ചപ്പത്തിൻ്റെ അച്ചെന്ത് ചെയ്യണം, എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ എണ്ണയും ചൂടാവണം, അച്ചും ചൂടാവണം. അപ്പോൾ ഇത് രണ്ടും നല്ല സെറ്റായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ എണ്ണയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആവിയൊക്കെ നല്ല രീതിയിൽ വന്ന് തുടങ്ങും. ആ സമയം നമുക്ക് മനസ്സിലാവുമല്ലോ എന്തായാലും നമ്മുടെ അച്ചും കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടാവും. ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ മാവിൻ്റെ ഒരു 1/4 ഭാഗത്തോളം, അല്ല അച്ചിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാവ് മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. തട്ടുമ്പോൾ തന്നെ ആളിങ്ങി വന്നിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അച്ചപ്പം വീണിട്ടുണ്ടാവും. എന്നിട്ട് എന്താണെന്നറിയോ, മറ്റേ അച്ചപ്പം വേകുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ ഈ അച്ചിനെ വീണ്ടും എണ്ണയിൽ കുറച്ച് നേരം ഇട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം അടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത 2ാമത്തെയും 3ാമത്തെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ തട്ടുമ്പോൾ പെട്ടെന്ന് വന്നില്ല എന്നുണ്ടാകും. അതുകൊണ്ട് മാവ് ഫുള്ളായിട്ട് മുങ്ങി പോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മാവ് 1/4 ഭാഗം മാത്രമേ മുക്കാവുള്ളൂ എന്ന് പറയുന്നത്. നല്ല രസമായിട്ടുള്ള അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ആ തേങ്ങാപ്പാൽ മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ, വേറൊരു സാധനം ചേർത്തിട്ടില്ല, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. മുട്ടയിടൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചായയുടെ കൂടെ എന്നാൽ അച്ചപ്പം ആയാലോ.